സാധാരണ ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്നലെയും മെനിഞ്ഞാനും ആയി OP പ്രവർത്തിക്കുന്നില്ല, അതിന് 2 ദിവസം മുമ്പ് പ്രവർത്തിച്ചില്ല, ഇന്നും പ്രവർത്തിച്ചിട്ടില്ല, നാളെയും പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ മന്ത്രിക്ക് ഇവിടെ വന്നിരുന്ന പറഞ്ഞ് സെറ്റിൽ ചെയ്ത് OP പ്രവർത്തനം നടപ്പിലാക്കാൻ ഇവിടുത്തെ GR മന്ത്രിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം ഇതിന്റെ പിന്നിൽ അദ്ദേഹമാണോ എന്ന സംശയമാണ്. ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സൂപ്രണ്ട്, ആ സൂപ്രണ്ടിനെ സഹായിക്കുന്ന ഇവിടുത്തെ മന്ത്രിയും ഇവിടുത്തെ ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥരുമാണ്. ഇന്നലെ ഇവിടെ ഒരു ധർണ നടത്തി ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ഈ നഗരസഭയിലെ ഗുണ്ടകളായ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണ നടത്തി. ആർക്കെതിരായിട്ടാണ് ധർണ നടത്തിയത്? പോലീസിനെതിരായിട്ടാണ് ധർണ നടത്തിയത്, അല്ലാതെ ആർക്കെതിരായിട്ടാണ് ധർണ നടത്തിയത്? കുറ്റക്കാരുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കണം. പക്ഷേ സാധാരണ ജനങ്ങളെ, ഈ താലൂക്കിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന ഈ നടപടിക്കെതിരായിട്ടാണ് ഈ ധർണ പരിപാടി ഇവിടെ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ, ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇത് അറിയണം. അതിന് പ്രത്യേകിച്ച് ഇവിടുത്തെ വകുപ്പ് മന്ത്രി ഇത് അറിയണം. വകുപ്പ് മന്ത്രി വണ്ടി കയറി ഇറങ്ങി നടക്കുന്നതല്ല ആവശ്യം. ഈ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചർച്ച നടത്തി. നാളെ ഈ OP ഇവിടെ പ്രവർത്തിക്കാത്ത പക്ഷം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ അനിശ്ചിതമായി സമരം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഇന്ന് നമുക്കറിയാം, നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 2-3 മന്ത്രിമാരും നെടുമങ്ങാട് ഒരു വലിയ മാമാങ്കം നടത്തുകയാണ്. ഈ ഗവൺമെന്റിനെ ഇനി 2 വെള്ളിയാഴ്ച തികച്ചില്ല, 10 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇന്നിവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കുറേയേറെ വികസന പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നാളിതുവരെ ഒരു വികസന പ്രവർത്തനം ഇവിടെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഇനി 5 ദിവസം മാത്രം കാലാവധിയുള്ള ഗവൺമെന്റ് നെടുമങ്ങാട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആ സമൂഹത്തിനെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇന്നലെ ഒരു വേനൽ മഴ പെയ്തു. മന്ത്രി 2 ആഴ്ച മുമ്പ് ആനയും അമ്പാരിയുമായി ഉദ്ഘാടനം ചെയ്ത പോത്തങ്കോട് മംഗലാപുരം റോഡ് ഇന്നലെ കായലിന് സമാനമായി മാറി. ഈ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ന് വഴയിലെ പഴകുറ്റി റോഡിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു ഉദ്ഘാടനം, 2-ാം റീച്ചിന്റെ പണിയുടെ ഉദ്ഘാടനം, ഇതൊക്കെ അവിടെ ഒന്നും നടക്കുന്നില്ല. നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന് നടവഴിയും ഇടവഴിയും ഒക്കെ കടന്നു വേണം തിരുവനന്തപുരത്ത് എത്താൻ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് അറിയാം, പേരുൾക്കട മുതൽ നമ്മുടെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡുണ്ടായിരുന്നു.
ആ റോഡിന്റെ നിർമ്മാണം കൃത്യസമയത്ത് പൂർത്തിയാക്കാതെ ആ നിർമ്മാണം മുഴുവൻ ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 വർഷം GRL ഇവിടെ മന്ത്രിയായി നെടുമങ്ങാട് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം പൂർത്തിയാക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ? കഴിഞ്ഞ 5 ദിവസമായി ദിവസം 2000 ആളുകൾ OPയിൽ ചികിത്സ തേടി എത്തിയിരുന്ന ഈ ആശുപത്രിയിൽ ഇന്ന് കഴിഞ്ഞ 5 ദിവസമായി ഡോക്ടർമാർ പണിമുടക്കാണ്. അഥവാ ഈ ആശുപത്രി തുറന്നു പ്രവർത്തിച്ചാൽ 2 മാസം മുമ്പാണ് ഒരു പാവപ്പെട്ട സ്ത്രീ പ്രസവിക്കാൻ വന്നപ്പോൾ പ്രസവം കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് പോകുമ്പോൾ മലവും മൂത്രവും എല്ലാം ഒരു സ്ഥലത്തു കൂടി പോകുന്ന ദുരവസ്ഥ. അതിനെതിരെ ഇവിടെ സമരം നടത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് അറിയാം, പാലോട്ടുള്ള ഒരു ആദിവാസി യുവതി രഞ്ജന, കേരളം മുഴുവൻ വിവാദമായതാണ്. പ്രസവിക്കാൻ വന്നപ്പോൾ ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ രോഗിക്ക് ഇനിമ കൊടുത്തതിന് ശേഷം മണിക്കൂറുകൾ വൈകി ഒരു 5 മിനിറ്റ് കൂടി താമസിച്ചില്ലെങ്കിൽ ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഇത് മന്ത്രിയുടെ സ്പോൺസേഡ് സമരമാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഈ നാട്ടിലെ ആളുകൾക്കുണ്ട്. അതല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിച്ചു കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റിന് അതീവ താല്പര്യമുള്ള ഡോക്ടർ ആയതുകൊണ്ട് സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ഈ സമരം. ആ നാടകം അവസാനിപ്പിച്ച് നാളെ OP പ്രവർത്തിക്കുന്ന സാഹചര്യം മന്ത്രിയും ഇന്നിവിടെ വരുന്ന മന്ത്രി പൊങ്കവന്മാരും ചേർന്ന് ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. അതല്ലെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി ഈ രംഗത്ത് സമരമുഖത്ത് സജീവമായി നിലയുറപ്പിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ജീവിക്കാൻ വേണ്ടി കാക്കിയണിയുന്ന പോലീസുകാർ എന്ത് വന്നാലും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ആര് കോൺഗ്രസ്സുകാരൻ വന്നാലും BJP-കാരൻ വന്നാലും കമ്മ്യൂണിസ്റ്റുകാരൻ വന്നാലും ഉദ്യോഗസ്ഥൻ വന്നാലും ഈ ഉദ്യോഗവർഗത്തെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി അവർക്ക് വന്ന് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മനസ്സുകൊണ്ട് അവരും ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് ഈ അധികാരികൾക്ക് ഈ അഴിമതി കാണിച്ച് പോലീസ് സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ LDF തന്നെ നടത്തിയ സർവേയിൽ പറയുന്നത് ഒരു കാരണവശാലും നെടുമങ്ങാട് GRL ജയിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ വികസന മുന്നെടുപ്പിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൂട്ടം വരുന്ന ഡോക്ടർമാരുടെ സഹകരണത്തോടു കൂടി ഈ നടത്തുന്ന സമര പരിപാടികൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇവിടെ സമരം നിങ്ങൾ പണിമുടക്കിയതിന് ശേഷം OP ബഹിഷ്കരിച്ചിട്ട് നാളുകളിൽ ഈ പറയുന്ന നെടുമങ്ങാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്താമെന്ന് ഏതെങ്കിലും ഡോക്ടർമാർ വിചാരിച്ചാൽ അത് നടക്കില്ല. നാളെ മുതൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് തടയുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ സമരം പോകും. അത് യൂത്ത് കോൺഗ്രസ് ആ ദിവസങ്ങളിൽ സമരം ഏറ്റെടുക്കും. അതോടുകൂടി ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, അടിയന്തരമായി നാളെ രാവിലെ 8 മണി മുതൽ തന്നെ സാധാരണഗതി ഇവിടെ OP സംവിധാനം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ ഒരു മലയോര മേഖലയാണ്. പൊന്മുടി അടക്കമുള്ള, പാലോട് അടക്കമുള്ള, ഇടിഞ്ഞാൽ അടക്കമുള്ള പ്രദേശങ്ങൾ, ഓണക്കാട് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിലുള്ള 100 കണക്കിന് അല്ലെങ്കിൽ 2000 കണക്കിന് വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒന്നാണ് ഈ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത്. ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നുമല്ല, ഇവിടെ എന്തോ വികസനത്തിന്റെ പേരുമഴ തീർത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വികസനത്തിന്റെ തേരോട്ടം ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു MLA-യും ആ MLA എന്ന് പറയുന്നത് ഇവിടുത്തെ മന്ത്രി കൂടിയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ്, അല്ല മനസ്സിലാക്കുമ്പോഴാണ് എത്ര ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് എത്ര നാളിന് കഴിയുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്നാലും ഈ സമരത്തിന് അവസാനമില്ല. തുടർ ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് തെരുവുകളിൽ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, എല്ലാ ദിവസവും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നുള്ളതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെ നിരന്തര സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസും നെടുമങ്ങാടത്തെ കോൺഗ്രസും നിരന്തര സമരങ്ങളുമായി മുന്നോട്ട് പോകും. ആ സമരത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സമരവും ആദ്യത്തെ വിഷയവുമല്ല. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ തരത്തിലുള്ള രോഗികളോടും സാധാരണക്കാരോടുമുള്ള അനിശ്ചിതാവസ്ഥയോടുള്ള പ്രവർത്തനം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വരുന്ന ആളുകളിൽ OP ഉൾപ്പെടെയുള്ള ബഹിഷ്കരണങ്ങളുമായി ഡോക്ടർമാർ മുന്നോട്ട് പോയാൽ തുടർ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിയോജന പ്രസിഡന്റ് അഭിജിത്ത് വിശദമായി കടന്നെത്തിയ പ്രിയപ്പെട്ട കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകർക്കും